ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ജനിച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, യുവജന സുഹൃത്തുക്കളെ, ആളുടെ വിശുദ്ധ പിതാവിന്റെ സ്വന്തം ഇടവക്കാരായിട്ടുള്ള ഈ ദേശത്തെ എല്ലാവർക്കും ഇടവ മധ്യസ്ഥനായ നമ്മുടെ എല്ലാം പാലകനായ പിതാവിന്റെ പെരുന്നാളിന്റെ 1000 പ്രാർത്ഥനാശംസകൾ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു. വിശുദ്ധന്റെ നിരന്തരമായ മാധ്യസ്ഥ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന പ്രത്യേകം ഈ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ കണ്ട ഒരു കൊച്ചു വീഡിയോയാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആമുഖമായിട്ട് എന്നോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയുടെ തലവാചകം എങ്ങനെയാണ്? മൈ ഡാഡി ഈസ് ദ സ്വീറ്റസ്റ്റ് ഡാഡി ഇൻ ദ വേൾഡ്. മൈ ഡാഡി ഈസ് ദ സ്വീറ്റസ്റ്റ് ഡാഡി ഇൻ ദ വേൾഡ്. ഒരു എസ്സേ കോമ്പറ്റീഷനാണ്. ഒരു കൊച്ചു പെൺകുട്ടി, കണ്ടാൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് പ്രായം തോന്നുന്ന മിടുക്കിയായിട്ടുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ആ കൊച്ചു പെൺകുട്ടിയുടെ പിതാവ് അപ്പന് മാത്രമാണ് ഈ പാട്ടിലുള്ളത്, അല്ലെങ്കിൽ ഈ മ്യൂസിക്കൽ വീഡിയോയിൽ നമ്മൾ കാണുക. നല്ല സുന്ദരിയായ കൊച്ചുപേരി, ഓമനത്തമുള്ള നിഷ്കളങ്കമുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ നല്ല നിഷ്കളങ്കമുള്ള നല്ല ഒരു കൊച്ചു മിടുക്കിയായ പെൺകുട്ടി. അവരുടെ സ്നേഹനിധിയായ അപ്പൻ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു കോട്ടൊക്കെ ഇട്ട് മിടുക്കനായിട്ട് അവളെ സ്കൂളിലേക്ക് അതിരാവിലെ ജോലി അമ്മയും കാണിക്കുന്നില്ല, അമ്മയില്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റാരും കാണിക്കുന്നില്ല സീരിയൽ. ഈ കൊച്ചു പെൺകുട്ടിയെ പപ്പ രാവിലെ കുളിപ്പിച്ചൊരുക്കി യാത്രയാക്കി പൗഡറൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിപ്പോ നിങ്ങൾക്കറിയാമോ, ഒത്തിരി സാധനങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് അങ്ങനെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അവളെ സുന്ദരിയാക്കി ബാഗൊക്കെ ഇട്ട് കൊടുത്ത് സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വളരെ സന്തോഷം. പപ്പായെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടുകൂടെ യാത്രയാകുന്നു. ഇവൾ സ്കൂളിൽ കയറി കഴിഞ്ഞാൽ ഈ അപ്പനെ കോട്ടെല്ലാം ഓടുകയാണ്. സ്ഥിരമായ ഒരു ജോലിയില്ലാത്ത ഇങ്ങനെയൊന്നും അറിയില്ല, അതിനോട് പറഞ്ഞിട്ടില്ല. ഇവൾ സ്കൂളിന്റെ ഗേറ്റുകളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പപ്പ ഓടും. അതിന്റെ ഒരു ഹോട്ടലിലേക്കാണ്. അത് തുറക്കും, അതിന്റെ ജനലും അതിന്റെ മേശയും ഒക്കെ കഴുകി തുടച്ച് അങ്ങനെ വൃത്തിയാക്കും. അടുത്ത സ്ഥലത്തേക്ക് വിടും, അവിടെ പാത്രങ്ങൾ കഴുകും. അങ്ങനെ കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് സമയം നോക്കുമ്പോൾ പെട്ടെന്ന് നന്മയാവും. വീണ്ടും മുഖമൊക്കെ കഴുകി ചിലപ്പോൾ സീരിയലിങ്ങനെ ടോയ്ലറ്റിൽ തളർന്ന് ആവശ്യമായിട്ടിരിക്കുന്ന ഈ പിതാവിനെ കാണാൻ പറ്റും ഈ കടയിലെ. അങ്ങനെ കഷ്ടപ്പെട്ട് വിയർത്തൊലിച്ച് മുഖമൊക്കെ പെട്ടെന്ന് കഴുകി ഈ കോട്ടെടുത്തിട്ട് ഈ പപ്പ വീണ്ടും സ്കൂളിലേക്ക് ഊട്ടിക്കിടന്നു വരികയാണ്. കുഞ്ഞുമോളെ കാണുമ്പോൾ പുഞ്ചിരി, രണ്ട് കണികളും കൂട്ടി സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. വളരെ ഹൃദയകരമായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ വളരെ ഹൃദയകരമായിട്ട് തോന്നുന്നു. വളരെ വൈകാരികമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മാതാപിതാക്കന്മാരുള്ള സ്നേഹം, അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു കൊച്ചു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഈ കൊച്ചുകുട്ടിയെ കണ്ണിൽ കെട്ടിപ്പിടിച്ച് വീണ്ടും അലാരിയുടെ കൂടെ ഇവരുടെ വീട്ടിലേക്ക് പോകും. ജോലികളും കാര്യങ്ങളൊക്കെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഉറക്കി വീട്ടിൽ പപ്പ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ക്രമീകരിക്കുന്ന നല്ലൊരു തന്റെ ചിത്രമാണ് ഇത് കാണുന്നത്. അങ്ങനെ ഈ കുറിച്ച് സ്കൂളിൽ ഒരു എസ്സേ കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിഷയം അപ്പൻ എന്നുള്ളതാണ്. അപ്പൊ ആ എസ്സേക്ക് കുട്ടി പിന്നീട് സത്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് മനസ്സിലാക്കി. അപ്പന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ എനിക്ക് വേണ്ടിയാണ് കുഞ്ഞ് എങ്ങനെയോ നേരത്തെ കടയിൽ നിൽക്കുന്ന അപ്പനെ കണ്ട് അന്താളിച്ചു പോയി, കണ്ണു നിറഞ്ഞു. അവളൊന്നും വേണ്ടിയില്ല. പിറ്റേ ദിവസമാണ് മത്സരം. എസ്സേ അപ്പനാണ് വിഷയം, പപ്പയാണ് വിഷയം, ഡാഡിയാണ് വിഷയം. അവിടെ തന്റെ പപ്പയുടെ ജീവനുള്ള സാക്ഷ്യം, നേരിട്ടുള്ള സാക്ഷ്യം, ജീവിക്കുന്ന അപ്പന്റെ കഷ്ടപ്പാടുകൾ, ജീവിതത്തോട് മല്ലിടുന്ന എന്റെ പ്രിയപ്പെട്ട പപ്പയുടെ ജീവിതത്തിന്റെ നേർപ്പകർപ്പ് അപ്പച്ചന്റെ കയ്യിൽ പേനയെടുത്ത് വെള്ളക്കടലാസിൽ അപ്പുഞ്ഞ് എഴുതി വെച്ചു. അതിന്റെ തലവാചകമാണ് അച്ഛൻ പറഞ്ഞത്, മൈ ഡാഡി ഈസ് ദ സ്വീറ്റസ്റ്റ് ഡാഡി ഇൻ ദ വേൾഡ്. അങ്ങനെ എസ്സേ ആരംഭിക്കുകയാണ്. My daddy is the most handsome, smartest, most clever in the world.
വെരി കൈൻഡ്നെസ്, ഹി ഈസ് എ സൂപ്പർമാൻ, ഹി ഈസ് ഗ്രേറ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പനെ കുറിച്ച് നല്ല വിശേഷങ്ങളൊക്കെ എഴുതിയിട്ട് അവസാനം വരികയിൽ ഇങ്ങനെ പറയാം, ബട്ട് ഹി ലൈസ്. അവൻ നുണ പറയാണ്. പക്ഷേ എന്റെ പപ്പ സ്നേഹമുള്ളവനാണ്, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനാണ്, വളരെ ബുദ്ധിമാനാണ്, സ്മാർട്ടായിട്ടുള്ള അപ്പനാണ്. എങ്കിലും എന്നോട് എന്റെ അപ്പൻ നുണ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? എനിക്ക് പൈസ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്റെ അപ്പൻ. എനിക്ക് ജോലി, ഇത് യഥാർത്ഥത്തിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലി ഉണ്ട് എന്ന് തന്നെയാണ് അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കൊരിക്കലും ക്ഷീണമില്ല മോളെ, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന് അപ്പൻ വീണ്ടും പറയാണ്. അതുപോലെ ഭക്ഷണം കഴിക്കാറില്ല, ഇവിടുത്തെ മാത്രമേ പൈസ ജോലി കൊച്ചിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, എനിക്ക് വിശപ്പില്ല എന്ന് എപ്പോഴും അപ്പൻ എന്നോട് നുണ പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാം വീട്ടിൽ ഒന്നും പേടിക്കേണ്ട, അങ്ങനെ നുണ പറയുന്ന ഒരപ്പൻ. ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. He lies എന്തിനു വേണ്ടിയിട്ടാണ്? About my happiness. എനിക്ക് സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് ഒരു സന്തോഷം മാറ്റിവെച്ച് എനിക്ക് ബെറ്റർ ലൈഫ് ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിതം മുഴുവൻ ബലിയായി അർപ്പിച്ച അപ്പൻ. അങ്ങനെ പറഞ്ഞാൽ ഈ കൊച്ചി അവസാനിക്കുന്നത്. അങ്ങനെ കൊച്ചി ഫസ്റ്റ് പ്രൈസ് എനിക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് അപ്പൻ എനിക്കൊന്നും അറിയാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അസംബ്ലിയില് 1ാം സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുട്ടിയാണ്, ഇന്ന ആളാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെ കൈയടിച്ച് ഇങ്ങനെ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ ടീച്ചർ കുഞ്ഞിനെ കൊടുത്തു, സമ്മാനം കൊടുത്തു. അത് കഴിഞ്ഞ് രീതിയിൽ ഇറങ്ങി പിന്നെ വഴിയിലേക്ക് പോകുമ്പോൾ പപ്പയ്ക്ക് കടലാസ് കൊടുക്കാണ്, സമ്മാനം പപ്പയ്ക്ക് കൊടുക്കാണ്. ഇത് പപ്പയ്ക്കുള്ളതാണ്. അപ്പൊ ഇയാൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇതിന് ഓരോ വരികൾ വായിച്ചു. അതിന്റെ വരികൾ സന്തോഷം, സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള അതിനെ കുറിച്ച് ബുദ്ധിമാൻ, സുന്ദരൻ, ശീലമില്ല, ഇങ്ങനെയൊക്കെ വളരെ കഴിയും. അതിനുശേഷം അവസാനം ചെയ്യുന്നത് മാറി. എന്താണത്? പിന്നെ വായിച്ചു കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരിയായി ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. ഈ കുഞ്ഞിതൊന്നും നോക്കാതെ പുറകിലേക്ക് തിരിഞ്ഞു. അപ്പം വായിക്കുകയാണ്. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തിരിഞ്ഞു നോക്കി മോളെ. അവളും തിരിഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഈരും കവളിലും അപ്പനും കൊടുക്കുന്ന പൊന്നുമോളുടെ ചിത്രം. അപ്പനും കുഞ്ഞിന്റെ നെറ്റിത്തടത്തിലും അവളിലും സ്നേഹത്തോടുകൂടെ ഉമ്മ വെച്ച് അങ്ങനെ ആ വീഡിയോ അവിടെ അവസാനിക്കാം. ഇതൊരാമുഖമായി ഞാൻ ഇന്നത്തെ സന്ദർശിക്കുന്ന പറഞ്ഞതാണ്. ഇത് വിളിക്കട്ടെ. ഇനി ഔസേപ്പിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദ്യം കിടപ്പുണ്ട്. നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് നീ. അത് തിരിച്ചു ചോദിക്കുന്നുണ്ട് കാര്യം, ഞാനാണ് എന്റെ സഹോദരന്റെ കാവൽക്കാരൻ. കാണട്ടെ എന്നതുപോലെ ഉത്തരം കൊടുക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നീട് അങ്ങോട്ട് സുവിശേഷവും പഴയ നിയമവും സുവിശേഷവും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തോട് മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് പല വിധത്തിലും പല ഭാഗത്തിലും നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തരും അവരുടെ കാവലാണ്, മറ്റുള്ളവരുടെ കാവൽക്കാരനാണ് നീ എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ വചനത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് വീണ്ടും യൗസേപ്പിതാവ് തന്റെ ജീവിതത്തിലൂടെ മുഴുവൻ വലിയ സാക്ഷ്യം. അവരുടെ ജീവിതത്തിന് കാവലായി തീരേണ്ടവരാണ് ഒരപ്പൻ, അവരുടെ ജീവിതത്തിന് കാവലായി തീരേണ്ടവരാണ് അമ്മ, മാതാപിതാക്കൾക്ക് തുണയായി നിൽക്കേണ്ടവരാണ് മക്കൾ എന്നുള്ള വലിയ സന്ദേശം ഈ കാവൽക്കാരനാകണം എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് നൽകുകയാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ് സാധാരണ അല്ലെ ഒരു കാവൽക്കാരന്റെ ജോലി. എന്തൊക്കെയാണ് അവിടെയുള്ളത്? അതൊക്കെ സംരക്ഷിക്കുക, അത് കാത്തു സൂക്ഷിക്കുക. എന്റേതാണെന്നുള്ള രീതി എല്ലാത്തിനെയും പൊതുവെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടിയാണ് കാവൽക്കാരന്റെ സാധാരണ കിട്ടാറ്. അപ്പോ രക്ഷിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും സഹോദരൻ, പ്രത്യേകിച്ച് എന്ന് പറയുന്ന പ്രബോധനത്തെയും എല്ലാ സഹോദരി സഹോദരന്മാരാണ്, അവരുടെ കാവൽക്കാരാണ്. ജാതിയോ വർഗമോ മതമോ ഒന്നും നോക്കാതെ മറ്റുള്ളവരുടെ കാവലായി തീരേണ്ടതിനാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ
പെരുന്നാള് ആഘോഷിക്കുന്നത്. ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വളർത്തു പിതാവാണ്, അതുപോലെ തന്നെ ദൈവജനനിയുടെ കാവൽക്കാരനാണ്, കുടുംബങ്ങളുടെ സംരക്ഷകനാണ്, തിരുസഭയുടെ കാവലാളാണ് എന്നുള്ളത്. മറ്റൊരാളുടെ കാവലാളാവുക എന്ന് പറഞ്ഞാൽ അത് ജീവിതം തന്നെ ബലിയായി സമർപ്പിക്കുന്ന വലിയ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് എന്നുള്ളത് യൗസേപ്പിതാവിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് കാവൽ നൽകാൻ വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്തത് ഈ നീതിമാനായ കാവൽക്കാരനെ. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ ഉണ്ണീശോയ്ക്കും പരിശുദ്ധ മറിയത്തിനും കാവലാകാൻ വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്തത് നമ്മുടെ നമ്മുടെ സ്നേഹം അഭിമാനിക്കപ്പെടുന്നത് മറ്റാരെയുമല്ല, ഒരൊറ്റനെയാണ് തെരഞ്ഞെടുത്തത് കാവലാകാൻ വേണ്ടി. മനുഷ്യകുലം മുഴുവൻ കണ്ടതിൽ ഏറ്റവും വലിയ വിശ്വാസയോഗ്യനായിട്ടുള്ള അർപ്പണ ബോധമുള്ള ഒരേ വ്യക്തി. വലിയ അഭിമാനം ഉണ്ടാകണം. ഇങ്ങനെയുള്ള വിശുദ്ധന്റെ മക്കളാണ് ആളുകളായി എന്ന് പറയുന്നതിൽ നെഞ്ചത്ത് കൈവച്ച് അഭിമാനിക്കാൻ, തലയുയർത്തി നിൽക്കാൻ നമുക്ക് കാരണമാണ്. കാരണം സ്വന്തം രക്തത്തിൽ പോലും തുറക്കാത്ത കൊച്ചിനെ മറോട് ചേർത്ത് പിടിച്ചവനാണ് ഔസേപ്പ്. സ്വന്തം രക്തത്തിൽ പോലുമല്ല പറഞ്ഞത്, തന്റെ സ്വപ്നങ്ങളെല്ലാം ബലികഴിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അതാണ് കാവൽക്കാരന്റെ ജോലി. നമുക്കും കാവലാകാം. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് പേരെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അതെല്ലാം നമ്മള് മറന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ യൗസേപ്പിനെ പോലെ കാവൽക്കാരാകുന്ന മഹത്വമുള്ളവരാണ്. വീട്ടിലിരുന്ന് അപ്പനമ്മയുണ്ട്, മക്കളുണ്ട്, ഗ്രാൻഡ് പാരന്റ്സുണ്ട്, അയൽപ്പക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇടപെടുന്ന മേഖലയിൽ എല്ലാവർക്കും കണ്ടുമുട്ടുന്ന ഏക വിഷയം യാതൊരു വേദമില്ലാതെ എല്ലാവർക്കും കാവലാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ഔസേപ്പിതാവിനെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോട് എല്ലാവരോടും പറയുകയാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. വിവാഹവും കുടുംബജീവിതവും വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തേക്ക് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഔസേപ്പ് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഭാര്യ അപമാനിക്കാത്ത, മക്കളെ അപമാനിക്കാത്ത, അവരുടെ സ്ഥലത്തേക്ക് കാവൽ നിൽക്കുന്ന പിതാക്കന്മാരാകണം, ഭർത്താക്കന്മാരാകണം, മക്കളാകണം. മാതാപിതാക്കന്മാരുടെ അഭിമാനം ഏൽക്കാത്ത തരത്തിൽ അഭിമാനത്തോടുകൂടെ അവർക്ക് എന്നും തലയുയർത്തി നിൽക്കാൻ നമ്മുടെ അപ്പുക്കുട്ടി പറഞ്ഞതുപോലെ എന്ന് എത്രത്തോളം നമ്മുടെ അപ്പനെയും അമ്മയെയും നോക്കി പറയാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഔസേപ്പിന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് അനുവദിക്കാവുള്ളൂ. കാരണം ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളും ഒക്കെ ചേർന്ന വിധത്തിൽ തമ്പുരാൻ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. പ്രത്യേകതകളുണ്ട്, വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ഉയർത്തിയവരാണ്. സൗന്ദര്യക്കുറവുണ്ടാകാം, ദേഷ്യക്കാരനാകാം, ദുശീലങ്ങൾ ഉണ്ടാകാം, ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ ജീവിതം ബലികഴിച്ചത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ എസ്സേയിൽ പറയുന്നത് പോലെ അക്കുട്ടി പറയുന്നില്ലേ, എല്ലാം എനിക്ക് ബെറ്റർ ലൈഫ് തരാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ജീവിതം, സന്തോഷം തരാൻ വേണ്ടിയിട്ട് ജീവിതം ബലികഴിച്ചവരാണ് ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെ കാവൽക്കാരാണ്. വയസ്സാകുമ്പോ ഉപേക്ഷിക്കേണ്ടവരല്ല അവരിൽ എല്ലാം ഊറ്റിയെടുത്ത് ചർമ്മം ചുറ്റി ചുരുങ്ങി കഴിയുമ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതായിരുന്നാൽ അന്നവരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകേണ്ടവരല്ല. അങ്ങനെയുള്ള ദിവസം പിടിക്കുക, എല്ലാവരെയും സംരക്ഷിക്കണം. അവർക്ക് അർഹിക്കുന്ന നീതി നടത്തി കൊടുക്കാൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രത്യേകമായിട്ട് നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അവസരത്തിലോ നമ്മുടെ കുടുംബത്തിന്റെ, ഈ ദേശത്തിന്റെ, ഈ നാടിന്റെ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിളിക്കുന്ന മാതാപിതാക്കന്മാരെ നോക്കി നിങ്ങൾ മക്കള് കുട്ടികളെ കയ്യിൽ പിടിച്ച് നോക്കണം. ഞാൻ ഇന്ന് കുർബാനയോട് ശ്രദ്ധിച്ചു, അച്ഛൻ്റെ കയ്യിൽ വെച്ചപ്പോൾ കല്ല് പോലെ ഇരിക്കണേ കുർബാന നിങ്ങൾ ചൊല്ലുമ്പോൾ. കാരണം അത്രയും കഷ്ടപ്പെട്ട കയ്യാണ്, കല്ല് പോലെ. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ തിരിശേഷിപ്പാണ് അപ്പന്റെ കൈ.
അമ്മയുടെ കയ്യിലേക്ക് നോക്കി ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. കാരണം ഈ പച്ചക്കറി കറിയും മുറിവും ഒക്കെ നമ്മുടെ അമ്മമാരുടെ തലങ്ങളിലും നിങ്ങളത് തൊറ്റമാണ്. അതാണ് ഏറ്റവും വലിയ തിരിശേഷിപ്പ്. അതാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവിടെയാണ് ഉമ്മ കൊടുക്കേണ്ടത്. നമ്മൾ വലിയ ആൾക്കാരെ പറഞ്ഞാൽ കണ്ടവര് കേട്ടവരെ എല്ലാം പിടിക്കുന്നത്. സ്വന്തം അത്രയും അമ്മയും ചേർത്ത് പിടിക്കാൻ അത്ര വലിയതായാലും മക്കളുടെ അഭിമാനത്തോടുകൂടി അതിനെയാണ് ആലിംഗനം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ കുടുംബത്തിന്റെ, നാടിന്റെ, വീടിന്റെ, മാതാപിതാക്കളുടെ, മക്കളുടെ കാലക്കാലായി സന്തോഷത്തോടുകൂടി ജീവിക്കാം. അങ്ങനെ വിശുദ്ധ പിതാവ് നമുക്ക് പറഞ്ഞിരുന്ന നല്ല വാക്കുകൾ കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും. ഒരിക്കലും എല്ലാവർക്കും നമുക്ക് പറയാൻ പറ്റേ Daddy is the sweetest daddy in the world. My mommy is the sweetest mommy, mother in the world. അങ്ങനെ പറയാൻ പറ്റട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.